പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എത്രത്തോളം ഭാരപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം നന്നായി അറിയുന്നു. ആരും കാണാതെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ കണങ്ങൾ, ആരോടും പറയാൻ കഴിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കിയ വിങ്ങലുകൾ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തിന്റെ വഴികളിൽ തളർന്നു പോകുമ്പോൾ, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ഓർക്കുക, നിങ്ങളുടെ തകർച്ചകളുടെ ആഴങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വാഗ്ദത്തം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുക. പ്രപഞ്ചത്തിന്റെ നാഥൻ പറയുകയാണ്, അവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. നിങ്ങൾ വീണുപോയ അവസ്ഥയിൽ ദൈവം നിങ്ങളെ തനിയെ വിടില്ല. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ? വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നഷ്ടപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ദൂരെയാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ കരയുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുത്താണുള്ളത്. നിങ്ങളുടെ ഓരോ ശ്വാസവും ദൈവം നന്നായി അറിയുന്നു. മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും, നിങ്ങളുടെ വേദനകൾ ആരും കാണാതെ പോയപ്പോൾ ദൈവം അത് കാണുന്നുണ്ടായിരുന്നു. ദൈവം നിങ്ങളെ കൈവിടില്ല. ദൈവത്തിന്റെ സ്നേഹം ശാശ്വതമാണ്. പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എന്റെ സമാധാന നിയമം മാറുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യും. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ പകരപ്പെടട്ടെ. ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ താങ്ങാൻ അവിടുത്തെ ശക്തമായ കരങ്ങൾ നീണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ പതുക്കെ പുറന്തള്ളുക. ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കും. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശാന്തമാകട്ടെ. ആ ദൈവ സാന്നിധ്യം നിങ്ങളെ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു നൽകുന്ന ആ വലിയ ആശ്വാസത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് തുറക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താണ് ഇന്ന് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഭാരം? അത് സാമ്പത്തിക ബാധ്യതകളാണ്, തകർന്ന ബന്ധങ്ങളാണ്, അതോ നാളെയെക്കുറിച്ചുള്ള ഭയമാണോ? ഇതെന്ത് തന്നെയായാലും അത് യേശുവിന്റെ കാൽക്കൽ ഇറക്കി വെക്കാൻ സമയമാണ്. മനുഷ്യരുടെ മുൻപിൽ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നിരാശയാകും ഫലം. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവിടുന്ന് നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല. അവിടുന്ന് തന്റെ സ്നേഹമുള്ള കൈകൾ നീട്ടി നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. മകനെ, മകളെ, നിന്റെ ഭാരങ്ങൾ എനിക്ക് തരൂ, പകരം എന്റെ സമാധാനം നീ സ്വീകരിക്കും. ഇതാണ് ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നത്. അവിടുത്തെ മുഖം മൃദുവും ചുമട് ലഘുവുമാകുന്നു. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയും നിങ്ങളെ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങൾ തളർന്നു വീഴില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അമരത്ത് ദൈവം ഇരിപ്പുണ്ട്. കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ അവിടുത്തേക്ക് ഒരു വാക്കു മാത്രം മതി. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകും. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും കാവലായിരിക്കട്ടെ. നിങ്ങളുടെ നിരാശയുടെ സ്ഥാനത്ത് ഒരു വലിയ പ്രത്യാശ ജനിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ചുറ്റും ഒരു കോട്ടയായി മാറുന്നു. ഭാരങ്ങളെല്ലാം അവിടുത്തെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശ്രമിക്കുക. അവിടുന്ന് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും,
ഇനി എന്റെ ജീവിതം തീർന്നു, എനിക്കൊരു ഭാവിയുമില്ല എന്ന്. എന്നാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യിരെമ്യാ പ്രവചനം 29:11 ദൈവം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച തകർച്ചകൾ അതൊരവസാനമല്ല. ദൈവത്തിന്റെ കൈകളിൽ അതൊരു പുതിയ തുടക്കമാണ്. ഒരു വിത്ത് മണ്ണിൽ വീണ് അത് ചീയുമ്പോൾ അതൊരിക്കലും നശിച്ചു പോവുകയല്ല, മറിച്ച് വലിയൊരു മരമായി വളരാൻ തുടങ്ങുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളിൽ നിന്നും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. മനുഷ്യർ അസാധ്യമെന്ന് എഴുതിത്തള്ളിയ ഇടത്താണ് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. പ്രത്യാശ കൈവിടരുത്. നിങ്ങളെ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. റോമാലേഖനം 8:28 ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാം. അവിടുത്തെ പ്രവർത്തികൾ എപ്പോഴും മനോഹരമാണ്. നാളെയെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമുണ്ട്. വചനം ഓർമ്മിപ്പിക്കുന്നു, അവൻ നിങ്ങളുടെ തലയിലെ മുടിയിഴകൾ പോലും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത്രമേൽ സൂക്ഷ്മമായി നിങ്ങളെ നിരീക്ഷിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിശ്ചയമായും നിങ്ങളെ വഴി നടത്തും. കൂരിരുൾ താഴ്വരകളിലൂടെയാണ് നിങ്ങളിപ്പോൾ നടക്കുന്നതെങ്കിൽ പോലും പ്രകാശം നിറഞ്ഞ ഒരു പുലരി നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവിക പദ്ധതികളിൽ നിങ്ങൾ വിശ്വസിക്കുക. സഹോദരങ്ങളെ, നമ്മൾ കേട്ട ദൈവവചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം വരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്ന പോലെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വിശുദ്ധമായൊരു ശാന്തത നിങ്ങളിൽ നിറയട്ടെ. നിങ്ങളുടെ സകല ആകുലതകളും ദൈവത്തിന് കൈമാറുക. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. പ്രിയ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ തനിച്ചല്ല, ഭയപ്പെടാതെ പ്രത്യാശയോടെ മുൻപോട്ട് പോവുക. അവിടുത്തെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ ചുമക്കാൻ നിൽക്കാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാൻ തയ്യാറാകുക. ആ ദൈവം നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, എല്ലാവരും നിങ്ങളെ കുറ്റം വിധിച്ചാലും, നിങ്ങളെ സ്നേഹത്തോടെ മാറോട് ചേർക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ആ ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല. നമ്മെ മാറോട് ചേർത്ത് നമ്മുടെ ഹൃദയവേദനകളെ എടുത്ത് നമുക്ക് ആശ്വാസം പകർന്ന് നമ്മെ നടത്താൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. ആ ദൈവത്തോട് ചേർന്ന് നടക്കും. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമേകുകയും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ സന്ദേശം ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും അനുഗ്രഹീതമായ ക്രിസ്തീയ സന്ദേശങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.